Hi all, welcome to my another video of Biomedical Instrumentation. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 6-ൽ തന്നെ കുറച്ച് ടോപ്പിക്സാണ്. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ടെലിമെഡിസിൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് കണ്ട് നിങ്ങൾ ആദ്യം തന്നെ ആ വീഡിയോസ് കാണുക, അതിനുശേഷം കാണുക. അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കരുത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ടു ഗെറ്റ് മോർ വീഡിയോസ് ലൈക്ക് ദിസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ സേഫ്റ്റി ആൻഡ് മെത്തേഡ്സ് ഓഫ് ആക്സിഡൻറ്റ് പ്രിവെൻഷൻ എന്ന ടോപ്പിക്സിനെ കുറിച്ചിട്ടാണ്. സൈക്കോളജിക്കൽ എഫക്ട്സ് ഓഫ് ദ ഇലക്ട്രിക്കൽ കറണ്ട്. അപ്പോൾ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഏറ്റ് ഉണ്ടാവുക, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ എങ്ങനെയൊക്കെയാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുക, അതായത് എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ ചെയ്തിരിക്കണം നമുക്ക് കറണ്ട് അടിക്കാണ്ടിരിക്കാൻ, ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, ഇലക്ട്രിക്കൽ കറണ്ട് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് നെഗറ്റീവ് ചാർജസ് ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് നെഗറ്റീവ് ചാർജസ് ആണ് പോകുന്നുണ്ടാവുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണ് ഉണ്ടാവുക. ഓക്കെ, ഫോർ ആൻ ഇലക്ട്രിക്കൽ കറണ്ട് ടു ഒക്കർ ഇറ്റ് ഹാസ് ടു ബി കണ്ടക്റ്റഡ് ത്രൂ എ മെറ്റീരിയൽ. അതായത് ഒരു മെറ്റൽ വഴി മാത്രമേ അതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു കണ്ടക്ടർ എന്തെങ്കിലും ഒരു ഐറ്റമായിട്ട് വേണമെന്ന് മാത്രം ഇലക്ട്രോൺസ് അതുവഴി മാത്രമേ ഫ്ലോ ചെയ്യാൻ പറ്റുള്ളൂ. And the flow of electrons provided by the electricity find a resistance. It result in a dispersion of the energy in the form of heat. അപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഇതിന് വരികയാണെങ്കിൽ അത് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് പുറത്തേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. ഇഫ് ദർ ആർ എക്സസ് എമൗണ്ട് ഓഫ് ഹീറ്റ് ജനറേറ്റഡ് ദ ടിഷ്യൂസ് മേ ഗെറ്റ് ബേൺഡ്. എമൗണ്ട് ഓഫ് ഹീറ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സെൽസും കാര്യങ്ങളും ബ്രേക്ക് ഡൗൺ ആവുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമുക്ക് പൊള്ളലേക്ക് ഉണ്ടാവുക, കാരണം ആ സെല്ല് ബ്രേക്കായി പോവുകയാണ് ചെയ്യുക. ഓക്കെ, സൈക്കോളജിക്കലി ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോർമൽ ബേൺ ആൻഡ് എ ബേൺ കോസ്ഡ് ബൈ ദ ഇലക്ട്രിസിറ്റി is the electricity has the ability to burn tissue beneath the skin. സ്കിന്നിൻ്റെ അടിയിലുള്ള ഒരു സെൽസിനെ കംപ്ലൈൻ്റ് ആക്കാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് ഇലക്ട്രിക്കൽ ഷോക്ക് കഴിക്കുകയാണെങ്കിൽ. പക്ഷേ ഒരു നോർമൽ ബേൺ ആണെങ്കിൽ ടോപ്പിലത്തെ പൊസിഷനിലെ സ്കിൻ മാത്രമാണ് ബേൺ ഔട്ട് ആവാൻ ചാൻസസ് ഉള്ളത്. ഈവൻ ബേണിംഗ് ദ ഇൻറ്റേർണൽ ഓർഗാനിസംസ് വിത്തൗട്ട് അപ്പാരൻറ്റ് എക്സ്റ്റേണൽ എവിഡൻസ് ഓഫ് ഇറ്റ്. അതായത് ചില സമയങ്ങളിൽ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ ഉള്ളിലത്തെ പൊസിഷൻസിൻ്റെ കംപ്ലൈൻറ്റ്, അതായത് ഇൻസൈഡ് ആയിട്ടുള്ള ഓർഗൻസിൻ്റെ കംപ്ലൈൻറ്റ് വരാം. പക്ഷേ പുറത്ത് അത്ര വലിയ പ്രോബ്ലംസ് കാര്യങ്ങളതിനെ കാണണമെന്നുണ്ടാവില്ല. ഓക്കെ, അതാണ് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ്. ദ കോൺടാക്ട് വിത്ത് ദ ഇലക്ട്രിക്കൽ കറണ്ട് ക്യാൻ ബി ഹാവ് വേരിയസ് എഫക്റ്റ് ഓൺ ദ ഹ്യൂമൻ ബോഡി, കോസ് സച്ച് ആസ് പെയിൻ, ബേൺ, ഈവൻ ഡെത്ത്. അപ്പോൾ ചിലപ്പോൾ ചെറിയ കറണ്ടൊക്കെ ആണെങ്കിൽ ചെറിയ പെയിൻസും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ചിലപ്പോൾ ബേൺസ് ഉണ്ടാവാം, അതേപോലെ തന്നെ ഡെത്ത് വരെ ഉണ്ടാവാൻ ചാൻസസ് വളരെയധികം ഉണ്ട്. There are many factors which affect the way of body interacts with the current. അപ്പോൾ ഒരു കറണ്ട് അടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പല തരത്തിലാണ് അത് ഇൻട്രാക്ഷൻ. ചിലപ്പോൾ ചിലർക്ക് കുഴപ്പമുണ്ടാവണമെന്നില്ല, അത് ഡിപ്പെൻഡ് ചെയ്യും, ഓരോ ഭാഗം അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. കൈയുടെ ആണോ കാലിൻ്റെ എവിടെയാണോ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, കാരണം സ്കിന്നിൻ്റെ റെസിസ്റ്റൻസ് ഡിഫറൻ്റ് ആയിരിക്കും ഓരോ സ്ഥലത്തും, അതുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത്. Such as the skin resistance is different, the voltage, the length of time of contact, the amount of electrical current and its intensity. അപ്പോൾ ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ പ്രാവശ്യം കറണ്ട് അടിക്കുമ്പോൾ ഡിഫറൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യും, ലെങ്ത് ഓഫ് കോൺടാക്ട്, അത് എത്ര നേരത്തേക്കാണ്, ഒരു 5 സെക്കൻഡ് കൊണ്ട് പിടിച്ചോ അല്ലെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് പിടിച്ചോ, ചിലപ്പോൾ ഒരു 0.1 സെക്കൻഡൊക്കെ നമ്മൾ തൊട്ടിട്ടുണ്ടാവുക കറണ്ട് തന്നെ. പിന്നെ എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ കറണ്ട്, അത് എത്ര എമൗണ്ട് ഓഫ് കറണ്ടാണ് വന്നേക്കണേ, 0.5 ആംപിയർ ആണോ, അത് 0.1 ആംപിയർ ആണോ, അത് 1 ആംപിയർ ആണോ, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, the body is extremely sensitive to the effect of the electrical current, and that's why this scenario can lead to a variety of outcomes. അപ്പോൾ ബോഡി പല തരത്തിലാണ് റിയാക്ഷൻസ് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് വെറൈറ്റി ഓഫ് ഔട്ട്പുട്ട്സ് ഇതിന് വരാറുണ്ടെന്ന് പറയാൻ കാരണം. ഫസ്റ്റ്ലി ഇറ്റ് ഡിസ്റ്റർബ് നോർമൽ ഓപ്പറേഷൻ ഓഫ് അവർ നെർവ്സ് ആൻഡ് മസ്കുലർ സിസ്റ്റം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെർവ്സിൻ്റെ അത് നോർമൽ ഓപ്പറേഷനാണ് ഇത് ഡിസ്റ്റർബ് ചെയ്യേണ്ടത്, അതേപോലെ മസിൽ സിസ്റ്റം കംപ്ലൈൻ്റ് ആക്കും. ദ അതർ റീസൺ വെൻ കറണ്ട് പാസസ് ത്രൂ അവർ ബോഡി ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഇൻ ദ ഫോം ഓഫ് തെർമൽ എനർജി. അപ്പോൾ ഒരു തെർമൽ എനർജി ആയിട്ടാണ് ഇത് പുറത്തേക്ക് പോകേണ്ടത്. ദിസ് ക്യാൻ കോസസ് സീരിയസ് ബേൺ ബോത്ത് ഇൻസൈഡ് ദ ബോഡി ആൻഡ് ഔട്ട്സൈഡ്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ ഉള്ളിലും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ അവിടെയൊക്കെ ഇതിന് ബേൺസ് ഉണ്ടാവാൻ ചാൻസസ് വളരെ കൂടുതലാണ് നമ്മൾ കറണ്ട് അടിച്ച് കഴിഞ്ഞാൽ. ഓക്കെ, current of about 10 milliampere can cause a very little pain of shock. അപ്പോൾ 10 milliampere കറണ്ട് അടിക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു പെയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ദ ലോങ്ങർ ദ കറണ്ട് കണ്ടിന്യൂസ് ടു പാസ് ബൈ യു ഇറ്റ് ഈസ് വേഴ്സ് ഗെറ്റ്സ്. അപ്പോൾ കുറേ നേരത്തേക്ക് നമ്മൾ കറണ്ട് കൂടി പോവുകയാണെങ്കിൽ അത് ഡാമേജ് ആവും ചെയ്യേണ്ടാവുക. ഓക്കെ, മോർ ഹീറ്റ് ഈസ് ജനറേറ്റഡ് ആൻഡ് ദ ഡാമേജ് ടു അവർ ബോഡീസ് ഇൻക്രീസസ്. അപ്പോൾ കുറേ നേരത്തേക്ക് വെച്ച് ഞാൻ സംഭവിക്കുകയും ചെയ്യാൻ ഡാമേജ് ടു ഓഫ് ദ ബോഡി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് സമയം കൂടുതൽ ടിഷ്യൂസ് ഡൈ ഔട്ട് ആവാൻ ചെയ്യും, അപ്പോൾ കൂടുതൽ വലിയ ബേൺസ് ആവാൻ ചാൻസസ് വളരെയും കൂടുതലാണ്. കറണ്ട് about 100 milliampere are almost always fatal unless immediate medical attention is provided. അപ്പോൾ 100 milliampere കറണ്ട് വരാതെ വന്നാൽ തന്നെ പ്രോബ്ലംസ് ആണ്. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ അറ്റൻഷൻ എടുത്തില്ലെങ്കിൽ നമുക്ക് വളരെയധികം ഡാമേജ് ആയിപ്പോകും. ഓക്കെ, ദ എമൗണ്ട് ഓഫ് കറണ്ട് പാസിംഗ് ത്രൂ എ ഹ്യൂമൻ ബോഡി ഡിപ്പെൻഡ് അപ്പോൺ 2 things മെയിൻലി. ഒന്ന്, വോൾട്ടേജ് സപ്ലൈഡ് ബൈ ദ സോഴ്സ് ആൻഡ് ദ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് ദ ബോഡി.
ഇപ്പോൾ വെള്ളം ബോഡി ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ വളരെയധികം കുറവായിരിക്കും, അപ്പോൾ ചാൻസസ് വളരെയധികം കൂടുതലായിരിക്കും. അതേപോലെ അപ്ലൈഡ് വോൾട്ടേജ് നമുക്ക് 100 വോൾട്ടാണോ അടിക്കുന്നത്, അല്ലെങ്കിൽ 50 വോൾട്ടാണോ, 10 വോൾട്ടാണോ, അല്ലെങ്കിൽ 12 വോൾട്ടാണോ, അല്ലെങ്കിൽ 240 വോൾട്ടാണോ. The most current related effects result from heating of tissues and simulation of the muscles and nerves. അപ്പോൾ മെയിൻലി കംപ്ലയിൻ്റ് ആവുന്നത് നമ്മുടെ ഈ ഹീറ്റിംഗ് ആണ് ടിഷ്യൂസിൽ മെയിൻ ഡെവലപ്പ്, അതുപോലെ മസിൽസും കാര്യങ്ങളൊക്കെ സിമുലേറ്റ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെയാണ് മെയിൻലി ഇലക്ട്രിക്കൽ കറണ്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നത്. Electrocution of the electrical shock occurs when current passes through the human body. അപ്പോൾ ഒരു ഹ്യൂമൻ ബോഡി വഴി കറണ്ട് പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഷോക്ക് അടിച്ചിരുന്നത്, അത് ഇലക്ട്രിക്കൽ ഷോക്ക് എന്ന് പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഇലക്ട്രോക്യൂഷൻ എന്ന് പറയുന്നുണ്ടാവുക. ദ റിയൽ മെഷർ ഓഫ് ഇലക്ട്രിക്യൂഷൻ ഇൻറ്റൻസിറ്റി ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ എമൗണ്ട് ഓഫ് കറണ്ട്. അപ്പോൾ എമൗണ്ട് ഓഫ് കറണ്ടിനോട് ഡിപ്പെൻഡ് ചെയ്യും നമ്മുടെ ഇലക്ട്രിക്യൂഷൻ്റെ പവർ എന്ന് പറയുന്നത്. അത് സാധാരണ ഇന്ന ആംബിയറിലാണ് പറയാറ്, കറണ്ട് എത്ര അളവിൽ അടിച്ചു, അതെന്ന് വെച്ചാൽ മില്ലി ആംബിയർ ആണോ ആംബിയറിലാണോ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാൽ ആംബിയർ റേഞ്ചിലാണ് പറയാറുള്ളത്. ദാറ്റ് പാസസ് ത്രൂ ദ ബോഡി ആൻഡ് നോട്ട് ദ വോൾട്ടേജ്. വോൾട്ടേജിൻ്റെ കേസസിലല്ല നമ്മൾ സാധാരണ രീതിയിൽ പറയാറുള്ളത്, ആംബിയർ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. റെസിസ്റ്റൻസ് ഓൾസോ പ്ലേസ് ആൻ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ എമൗണ്ട് ഓഫ് എനർജി ദാറ്റ് പാസസ് ത്രൂ ദ ബോഡി. അപ്പോൾ ബോഡി റെസിസ്റ്റൻസ് കൂടി ഡിപ്പെൻഡ് ചെയ്യും, അതൊരു മെയിൻ ഫാക്ടറാണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ബോഡി റെസിസ്റ്റൻസ്, വെറ്റൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 500, അല്ലെങ്കിൽ ഡ്രൈ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 1000 ഒക്കെയാണ് ഓംസ് ഉണ്ടാവുക. അപ്പോൾ ഇത് മാറിക്കൊണ്ടിരിക്കും, കാരണം വെറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട്. ഓക്കെ, ആൻഡ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് വി ഹാവ് വെരി ഡിഫറെൻറ്റ് എഫക്ട്സ് ഫോർ ദ സെയിം കറണ്ട്. അപ്പോൾ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ തന്നെ ബോഡി റെസിസ്റ്റൻസ്. അപ്പോൾ ബോഡി റെസിസ്റ്റൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, വെറ്റാണെങ്കിൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും, വെറ്റല്ലാത്ത അവസ്ഥയാണെങ്കിൽ 1000 ഒക്കെ ഉണ്ടാവും നമുക്ക് എന്തായാലും മിനിമം. ഓക്കെ, അതേപോലെ തന്നെ പോയിന്റ് ഓഫ് കോണ്ടാക്ട്, ഏത് ഭാഗത്താണ് നമ്മുടെ ബോഡിയുടെ കറണ്ട് അടിക്കുന്നത്, കൈയുടെ അവിടെയാണ് കാലിൻ്റെ അവിടെയാണ്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. സോ ഇതിനെല്ലാം നോക്കിയിട്ടാണ് ഇലക്ട്രിക്കൽ ഷോക്കിൻ്റെ ഇൻറ്റൻസിറ്റി കാരണം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് എമൗണ്ട് ഓഫ് കറണ്ടിനെ കുറിച്ചാണ്, ദെൻ ബോഡിയുടെ റെസിസ്റ്റൻസ്, അതേപോലെ തന്നെ പോയിന്റ് ഓഫ് കോണ്ടാക്ട്, പിന്നെ എത്ര നേരത്തേക്കാണ് നമുക്കിത് കിട്ടിയിരുന്നുള്ള, എത്ര നേരത്തേക്ക് കറണ്ട് അടിച്ചെന്നുള്ള കാര്യം. അപ്പോൾ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി കാര്യമൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു ടേബിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എമൗണ്ട് ഓഫ് മില്ലി ആംബിയർ റേഞ്ചിൽ, അതായത് 1 സെക്കൻഡ് നേരത്തേക്കുള്ള കോണ്ടാക്ട് ചെയ്തെന്ന് സംഭവിക്കാൻ വേണ്ടിയിരിക്കുന്നത്. 1 സെക്കൻഡ് എന്നാണ്. ഓക്കെ, കോണ്ടാക്ട് ഫോർ 1 സെക്കൻഡ്. ജനറൽ എഫക്ട്സ് ഓഫ് ദ ഇലക്ട്രിക്കൽ കറണ്ട് ഡിഫർ ഫോർ മാൻ ആൻഡ് വുമൺ, ചിൽഡ്രൻ. അപ്പോൾ മാനും വുമണും ചിൽഡ്രൻ പല തരത്തിലാണ് ഷോക്ക് അടിക്കേണ്ടത്. കുട്ടികൾക്കുള്ള പോലെയല്ല വുമൺസിനുള്ള പോലെയല്ല മാനിനുണ്ടാവുക. ഓക്കെ, ഫോർ ദ സെയിം എമൗണ്ട് ഓഫ് കറണ്ട് വുമൺ ജനറലി ഹാവ് വേഴ്സ് സിംറ്റംസ് ദാറ്റ് മെൻ. അപ്പോൾ വുമണ്ണാണ് കൂടുതൽ വേഴ്സ് സിംറ്റം, കുറച്ചുകൂടി സിവിയർ ആയിട്ട് എഫക്റ്റ് ചെയ്യാറുള്ളത് മെന്നിനെ കാട്ടി, സെയിം കറണ്ട് രണ്ടുപേരും കടിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ടേബിളിലെ എഫക്റ്റും അതേപോലെ തന്നെ കോണ്ടാക്ട് ഫോർ 1 സെക്കൻഡ് ഇലക്ട്രിക്കൽ കറണ്ട് അടിച്ച് സംഭവിക്കുന്ന ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബിലോ 1 മില്ലി ആംബിയർ ആണെങ്കിൽ നമുക്ക് അത്ര വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാറില്ല. 1 മില്ലി ആംബിയർ ആക്കിയാണെങ്കിൽ ത്രെഷോൾഡ് ഓഫ് ഫീലിംഗ്, ഒരു ടിംഗ്ലിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാവാറുണ്ട്. 5 മില്ലി ആംബിയറിന് നമ്മൾ സ്ലൈറ്റ് ഷോക്ക്, പക്ഷേ നോട്ട് പെയിൻഫുൾ ആയിരിക്കും. ഓക്കെ, പിന്നെ 6 ആൻഡ് എബവ് 25 മില്ലി ആംബിയർ ഒക്കെ ആണെങ്കിൽ വുമൺ ആണെങ്കിൽ അത് പെയിൻഫുൾ ഷോക്ക് ആയിരിക്കും, അതുപോലെ ലോസ് ഓഫ് മസിൽ കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും. ഓക്കെ, അതേപോലെ ഇപ്പോൾ 6 to 30 മില്ലി ആംബിയർ ഒക്കെ ആണെങ്കിൽ മെന്നിൽ ഫ്രീസിങ് കറണ്ട്, പേഴ്സൺ മേ ഗെറ്റ് ത്രോഡ് ഫ്രം ദ പവർ സോഴ്സ്, അപ്പോൾ തെറിച്ച് പോവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ സ്ട്രോങ് ഇൻവോളണ്ടറി റിയാക്ഷൻസ് ക്യാൻ ലീഡ് ടു ദ ഇൻവോളണ്ടറി ഇഞ്ചുറീസ്. പിന്നെ 50 to 150 മില്ലി ആംബിയർ ആണെങ്കിൽ എക്സ്ട്രീം പെയിൻ ആയിരിക്കും, റെസ്പിറേറ്ററി അറസ്റ്റ് ഉണ്ടാവും, നമുക്ക് ശ്വാസം വലിക്കാൻ പറ്റില്ല, പിന്നെ മസിൽ റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഡെത്ത് വരെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്കൊക്കെ ഡെത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും. ഓക്കെ, അപ്പോൾ അതിപ്പോൾ 1 to 4.3 ആംബിയറാണ് ഫിബുലേഷൻ ഓഫ് ഹാർട്ട്, മസിൽ കോൺട്രക്ഷൻ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഡെത്ത് തന്നെയാണ് ഏകദേശം ഉണ്ടാവുക. അപ്പോൾ 10 ആംബിയറൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഡെത്താണ്, ഡെത്ത് ഈസ് പ്രോബബിൾ. കാർഡിയക് അറസ്റ്റ്, സിവിയർ ബേൺസും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും 10 ആംബിയറൊക്കെ പോകണമെങ്കിൽ. ഓക്കെ, ഇതിൻ്റെ മുകളിലേക്ക് എന്തായാലും ഇതിൻ്റെ മുകളിലേക്ക് 10 ആംബിയറിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ വളരെ സിവിയർ ആയിരിക്കും. ഓക്കെ, electricity in the nervous system. One of the most significant psychological effect of the electricity regards the nervous system. Electrical can affect the nervous systems of the cell and neurons which process and control the signals responsible for the regulation of our body functions. അപ്പോൾ ഈ നെർവസ് സിസ്റ്ററിനെ മെയിൻലി ഇത് എഫക്റ്റ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ, കാരണം വെച്ചാൽ നെർവ് നെറ്റ്വർക്കാണ് മൊത്തത്തിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുക. ആൻഡ് ന്യൂറോൺസ് വിച്ച് പ്രോസസ് ആൻഡ് കൺട്രോൾ ദ സിഗ്നൽസ് റെസ്പോൺസിബിലിറ്റീസ്, ഓരോ കാര്യങ്ങളെല്ലാം കറക്റ്റായി ചെയ്യുന്ന നെർവസ് സിസ്റ്റമായിട്ടുള്ള സിഗ്നൽസ് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ്. The sensory and the motor organs of our body such as brain and spinal cord works together to allow it movable, answerable, thinkable, sensing and remembering. ഈ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ബ്രെയിനും സ്പൈനൽ കോഡും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. നെർവസ് സിസ്റ്റം കമ്മ്യൂണിക്കേറ്റ് ബൈ ക്രിയേറ്റിംഗ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് വിത്ത് വെരി സ്മോൾ വോൾട്ടേജ്. അപ്പോൾ നെർവസ് സിസ്റ്റം, നെർവസ് സെൽസ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് നമ്മൾ മുകളിൽ 1ലും 2ലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെറിയ ചെറിയ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഡെവലപ്പ് ചെയ്ത് അത് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ആ ഒരു ഡാറ്റ സെൻഡ് ചെയ്യേണ്ടത്. ഇഫ് ദ ഇലക്ട്രിക്കൽ കറണ്ട് ഓഫ് സഫീഷ്യൻറ്റ് മാഗ്നിറ്റ്യൂഡ് പാസസ് ത്രൂ ദ ലിവിംഗ് ടിഷ്യൂസ്, ഇറ്റ് എഫക്റ്റ് വിൽ ഓവർറൈഡ് ദ നാച്ചുറൽ ഇമ്പൾസസ് ഓഫ് ദ ന്യൂറോൺസ്. അപ്പോൾ ന്യൂറോൺസിന്
വളരെ ചെറിയ വോൾട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വേറൊരു കറണ്ട് ഇലക്ട്രിക്കൽ കറണ്ട് ഇതുവഴി വരികയാണെങ്കിൽ അതിനൊക്കെ ഡാമേജ് ചെയ്യും. ഓക്കെ, ആൻഡ് ഓവർലോഡിങ് ദ ന്യൂറോൺ സിസ്റ്റം ആൻഡ് നെർവസ് സിസ്റ്റം. അപ്പോൾ നമ്മുടെ ന്യൂറോൺസ് മൊത്തം കംപ്ലയിൻ്റ് ആകും, അതുപോലെ നെർവസ് സിസ്റ്റം മൊത്തം ഓവർലോഡ് കംപ്ലയിൻ്റ് ആവുകയാണ് ചെയ്യേണ്ടത്. ആൻഡ് ബ്ലോക്കിംഗ് ദ പാസീവ് വോളണ്ടറി ഇമ്പൾസസ് ദാറ്റ് ആക്റ്റീവ് ദ മസിൽസ്. അപ്പോൾ ഈ മസിൽസിനെ ആക്റ്റീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ മസിൽസ്, അതായത് സിഗ്നൽസും കാര്യങ്ങളൊക്കെ ഡൈ ഔട്ടായി പോവുകയാണ് ചെയ്യേണ്ടത്. കാരണം വേറെ കറണ്ട് കൂടുതലുള്ള പവറുള്ള ഒരു കറണ്ടാണ് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നെർവസ് സിസ്റ്റത്തിനെ മെയിൻലി ഇത് എഫക്റ്റ് ചെയ്യേണ്ടാവും. ഓക്കെ, പിന്നെ നമ്മുടെ ഈ AC DC തമ്മിലുള്ള ഡിഫറൻസ് നമ്മുടെ ഇലക്ട്രിസിറ്റിയിൽ ഷോക്ക് അടിക്കുന്നതിൽ ഡിപ്പെൻഡ് ചെയ്യും. ദ എഫക്റ്റ് ഓഫ് AC ഡിപ്പെൻഡ് ലാർജ്ലി ഓൺ ദ ഫ്രീക്വൻസി. ലോ കോസ്റ്റ് ഫ്രീക്വൻസീസ് ടെൻഡ്സ് ടു ബി മച്ച് മോർ ഡേഞ്ചറസ് ദാൻ ദ ഹൈ ഫ്രീക്വൻസി. അപ്പോൾ ഹൈ ഫ്രീക്വൻസിനായിട്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ലോ ഫ്രീക്വൻസി ACs ആണ്. AC വിത്ത് ദ സെയിം ആംപിയർ ആൻഡ് വോൾട്ടേജസ് ആസ് DC ഈസ് മോർ ഡേഞ്ചറസ് ആൻഡ് പ്രൊവോക്ക് വേസ്റ്റ് ഓൺ ഹ്യൂമൻ ബോഡി. അപ്പോൾ AC വിത്ത് സെയിം ആംപിയർ, അതായത് AC ആണ് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുക കമ്പയർ ടു DC ആണെങ്കിൽ. ഓക്കെ, DC AC കമ്പയർ ചെയ്യുമ്പോൾ സെയിം ആംപിയർ ഉള്ള കറണ്ടുകൾ എടുക്കുകയാണെങ്കിൽ AC ആയിരിക്കും നമുക്ക് കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കുക. ഓക്കെ, പിന്നെ ഷോക്കിംഗ് ഹസാർഡ്സ് ഫ്രം ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്. എങ്ങനെയൊക്കെയാണ് ഒരു എക്യുപ്മെൻറ്റിൽ നിന്ന് നമുക്ക് ഷോക്ക് അടിക്കാൻ ചാൻസസ് ഉള്ളത്, ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് നെക്സ്റ്റ്. അതായത് ഒന്നെങ്കിൽ നമ്മുടെ എടുക്കുന്ന ഓബ്ജക്റ്റിൻ്റെ പ്രോബ്ലംസ് ആവാം, ഓബ്ജക്റ്റിന് കംപ്ലയിൻ്റ് ആണ്, അതിൽ വയർ ഇൻസുലേഷൻ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് കൊണ്ട് ആവാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഒരു മെറ്റൽ ബോഡിയുമായി ടച്ച് ചെയ്യും, നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ആ മെറ്റൽ ബോഡിയുമായി ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കുന്നുണ്ടാവും. ഓക്കെ, ദ ഇലക്ട്രിക്കൽ ഷോക്ക് ഈസ് ദ റിസൾട്ട് ഓഫ് ഫോൾട്ട് ഒക്കറിങ് ഇൻ ദ മെഷീൻ. അപ്പോൾ ഒരു മെഷീൻ്റെ ഫോൾട്ട് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഷോക്ക് മെഷീനിൽ നിന്ന് അടിക്കുകയാണെങ്കിൽ അടിക്കേണ്ടാവുക. കാരണം സാധാരണ ഇതിൽ മെഷീനൊക്കെ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഉണ്ടാവുക. അപ്പോൾ ആ മെഷീനൊക്കെ നമുക്കറിയാം ഫുള്ളി പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇലക്ട്രിസിറ്റി അടിക്കാറില്ല. ഓക്കെ, സോ എന്തെങ്കിലും ഫോൾട്ട് ആ മെഷീനിൽ ഉണ്ടെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്ന അയൺ ബോക്സിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അയൺ ബോക്സ് ഇട്ട് കഴിഞ്ഞാൽ കറണ്ട് അടിക്കും. ഓക്കെ, ഇഫ് ബൈ സം ചാൻസ് ദ ലൈവ് വയർ കംസ് ഇൻ ടു കോൺടാക്ട് വിത്ത് ദ മെറ്റൽ ബോഡി ഓഫ് ദ മെഷീൻ. അതായത് ഒരു ലൈവ് വയർ നമ്മുടെ ഈ മെഷീൻ്റെ മെറ്റൽ ബോഡിയുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെൻ ദ ഓപ്പറേറ്റർ ഗെറ്റ് ആൻ ഇലക്ട്രിക്കൽ ഷോക്ക് ദ മൊമെൻറ്റ് ഹീ ടച്ചസ് ദ മെഷീൻ. അപ്പോൾ അയാൾ ആ മെഷീനുമേ ടച്ച് ചെയ്യുന്ന ആ ഒരു പൊസിഷനിൽ തന്നെ ഇത് കിട്ടുന്നു, ഇലക്ട്രിക്കൽ ഷോക്ക് കിട്ടുന്നു. സച്ച് ഷോക്ക് ഹസാർഡ്സ് ഫ്രം ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ പ്രോപ്പർ എർത്തിങ് ഓഫ് ദ എക്യുപ്മെൻറ്റ്. അപ്പോൾ പ്രോപ്പറായിട്ട് എർത്തിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് വളരെയധികം സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലെറ്റ് us കൺസിഡർ ദ കേസ് ഓഫ് ആൻ അൺഗ്രൗണ്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ് എക്യുപ്മെൻറ്റ്. അപ്പോൾ ഒരു ഗ്രൗണ്ടഡ് എക്യുപ്മെൻറ്റും അതായത് എർത്ത് ചെയ്തിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റും എർത്ത് ചെയ്യാത്ത എക്യുപ്മെൻറ്റും എന്താണ് ഡിഫറൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ നോക്കുക, ഈ ഫിഗർ നിങ്ങൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എർത്ത് ചെയ്തിട്ടില്ല, കാരണം നമ്മുടെ ഇതാണ് നമ്മുടെ എക്യുപ്മെൻറ്റ് വരുന്നത്. നമ്മുടെ ലൈവ് വയർ എന്ത് ചെയ്യുന്നു, ലൈവ് വയർ ഇസ് കണക്റ്റഡ് ടു ദ മെഷീനിൻ്റെ ഇവിടെ ഒരു ഫോൾട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഓപ്പറേറ്റർ ഒന്ന് തൊടുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇയാളുടെ ലെഗ് വഴി ഇത് ഇവിടേക്ക് പാസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 1 phase ഓഫ് ദ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ നിന്നാണ് നമ്മൾ ശരിക്കും എർത്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു പൊസിഷനോട് കൊടുത്തേക്കണം. ഓക്കെ, അപ്പോൾ ഫോൾട്ട് കറണ്ട് കൂടി റൺ ചെയ്തിട്ട് ഇവിടെ എർത്തിലേക്ക് എത്തുന്നു, അങ്ങനെയാണ് ആൾക്ക് ഷോക്ക് അടിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ കറണ്ട് വിൽ പാസസ് ത്രൂ ദ ഹ്യൂമൻ ബോഡി ആയിരിക്കും ഈ ഒരു കേസിൽ വരുന്നുണ്ടാവുക. അതായത് അൺഗ്രൗണ്ടഡിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഗ്രൗണ്ട് കിട്ടണമെങ്കിൽ ആൾ സേവ് ചെയ്യുന്നു. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് സിസ്റ്റം വിത്തൗട്ട് എർത്തിങ്, അതായത് വിത്തൗട്ട് എർത്തിങ് മീൻസ് അൺഗ്രൗണ്ട്, the fault current from the metal body of the equipment, ഇതാണ് നമ്മുടെ മെറ്റൽ ബോഡി ഓഫ് ദ എക്യുപ്മെൻറ്റ്, ദിസ് വിൽ ഫ്ലോസ് ത്രൂ ദ ബോഡി ഓഫ് ദ ഓപ്പറേറ്റർ ടു ദ ഗ്രൗണ്ട് ആൻഡ് ടു ദ ന്യൂട്രൽ ആഷ് ഓൺ. അപ്പോൾ പിന്നെ ന്യൂട്രൽ വയർ ന്യൂട്രലിലേക്കാണ് പോകുന്നത്, കാരണം ന്യൂട്രൽ നമ്മൾ എർത്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ ട്രാൻസ്ഫോമറിൽ ന്യൂട്രൽ എർത്ത് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഹിയർ ദ റെസിസ്റ്റൻസ് ഓഫ് ദ RG ഈസ് ഇൻഫിനിറ്റി. നൗ if we earth the metal body of the ground with a wire of negligible resistance. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതാണ് നമ്മുടെ ബോഡി, മെറ്റൽ ബോഡി എന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു ഇതിനെ നമ്മൾ എർത്ത് ചെയ്യുകയാണ് ഒരു നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് വെച്ചിട്ട്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാവും, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടി പോകണങ്ങോട്ട് എളുപ്പം, അപ്പോൾ ആൾക്ക് എന്ത് ചെയ്യാം, ഇത് കൂടി പോകാൻ മതി. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ആ കറണ്ടിൻ്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതാണ് ഈ ഫിഗർ കൊടുത്താണ് നിങ്ങൾക്ക് ഇവിടെ വീണ്ടും സെക്കൻഡറി സൈഡ് ഓഫ് ദ ട്രാൻസ്ഫോമർ കാണാൻ പറ്റും. അതോടെ എർത്ത് ചെയ്തിട്ട് ന്യൂട്രൽ വയറും ഫേസ് വയറും വരുന്നു, ഇത് മെഷീനിലേക്ക് കയറുന്നു, മെഷീൻ കംപ്ലൈൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മെഷീൻ്റെ ഒരു വയർ ഇവിടെ വന്ന് ബോഡിയുമായി ടച്ച് ചെയ്യുന്നുണ്ട്. ബട്ട് ദിസ് സിസ്റ്റം ഈസ് എർത്തഡ്, ഈ ഒരു സിസ്റ്റം ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് മെറ്റൽ ബോഡി ഈസ് കണക്റ്റഡ് ടു ദ എർത്ത്. അപ്പോൾ ഫോൾട്ട് കറണ്ട് നോക്കുമ്പോൾ അതിന് ഇത് വഴി വരാൻ ഏറ്റവും എളുപ്പം. അപ്പോൾ ഇത് ഇങ്ങോട്ട് വരുന്നു ആൻഡ് ഇത് ട്രാൻസ്ഫോമറിൻ്റെ ഭാഗത്തേക്ക് പോകുന്നു, നേരത്തെ പറഞ്ഞ പോലെ. സോ ഫോൾട്ട് കറണ്ട് വിൽ പാസസ് ത്രൂ ദ എർത്തിങ് വഴിയാണ് ഫോൾട്ട് കറണ്ട് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഓപ്പറേറ്റർക്ക് ഒരു കംപ്ലൈൻറ്റും വരില്ല. സോ അതാണ് ഈ ഫിഗറിൽ കൊടുത്തത്. ദ റെസിസ്റ്റൻസ് RG ഈസ് വെരി ലെസ് ദാൻ ദ ബോഡി റെസിസ്റ്റൻസ് RB. അപ്പോൾ RG വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ RB എന്ന് പറയുന്നത് ബോഡി റെസിസ്റ്റൻസ് ആണ്. ബോഡി റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു 1000 ഉണ്ടാവും, ഇവിടെ ആണെങ്കിൽ 1000 ഉണ്ടാവില്ല, ചിലപ്പോൾ 50-100 ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിലും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം കറണ്ടിന് ഇതുവഴി ഫ്ലോ ചെയ്യണം. അപ്പോൾ ഇതുവഴി മാത്രമേ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. സോ ദസ് ദ കറണ്ട് വിൽ ഫ്ലോസ് ത്രൂ ദ എർത്ത് വയർ ദർ ബൈ പ്രൊട്ടക്റ്റിംഗ് ദ ഓപ്പറേറ്റർ. അപ്പോൾ ഓപ്പറേറ്റർക്ക് ഒരു കംപ്ലൈൻറ്റും വരില്ല. അപ്പോൾ ഇതാണ് മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് നമ്മൾ എർത്തിങ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ഗ്രൗണ്ട് ചെയ്യണം അല്ലെങ്കിൽ എർത്ത് എന്ന് പറയുന്നത് ഈ ഒരു സേഫ്റ്റി ഫീച്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ,
മെത്തേഡ്സ് ഓഫ് ആക്സിഡൻറ്റ് പ്രിവെൻഷൻ. ഇനി എങ്ങനെയൊക്കെ നമുക്ക് ആക്സിഡൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാം? അപ്പോൾ ഇൻ ഓർഡർ ടു റിഡ്യൂസ് ദ ലൈക്ലിഹുഡ് ഓഫ് ദ ഇലക്ട്രിക്കൽ ആക്സിഡൻറ്റ്സ് നമ്പർ ഓഫ് പ്രൊട്ടക്റ്റീവ് മെത്തേഡ്സ് ഹാവ് ബീൻ ഇൻവോൾവ്. പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിങ്ങിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഗ്രൗണ്ടിങ് ഇസ് എ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ് ആൻഡ് എല്ലാ എക്യുപ്മെൻറ്റ്സ്, അതായത് മെറ്റൽ ബോഡി ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, ഇൻസ്ട്രുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മസ്റ്റായിട്ട് ഗ്രൗണ്ട് ചെയ്തിരിക്കണം ഓർ എർത്ത് ചെയ്തിരിക്കണം. The main principle of this method is to make grounding resistance Rg small enough so that the majority of the fault current bypasses the body of the victim. അപ്പോൾ ഈ റെസിസ്റ്റൻസ് വളരെയധികം കുറച്ച് വയ്ക്കുക നമ്മൾ, അതായത് വളരെ സ്മൂത്തായിട്ടുള്ള റെസിസ്റ്റൻസ് കൊടുക്കുകയാണെങ്കിൽ നമുക്കെന്ത് സംഭവിക്കും? ഷോക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിക്ടിമിന് ഒരു പ്രശ്നം തന്നെ ഉണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ എർത്ത് വയർ വഴി എല്ലാ കറണ്ടും, ഫോൾട്ട് കറണ്ട് അല്ലാതെ എർത്ത് വയർ വഴി ഭൂമിയിലേക്ക് പോവുകയും ചെയ്യും, നമ്മുടെ ഓപ്പറേറ്റർ രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതാണ് പറഞ്ഞേക്കുന്നത്. ദ പ്രിൻസിപ്പിൾ ഓഫ് ദിസ് മെത്തേഡ് മേക്ക് ഗ്രൗണ്ടിങ് റെസിസ്റ്റൻസ് വെരി സ്മോൾ ഇനഫ് സോ ദാറ്റ് ദ മെജോറിറ്റി ഓഫ് ദ ഫോൾട്ട് കറണ്ട്, അപ്പോൾ എല്ലാ വരുന്ന ഫോൾട്ട് കറണ്ടുകളും ഈ RG എന്ന് പറഞ്ഞ വയർ അല്ലെങ്കിൽ എർത്ത് വയർ വഴി അത് ഭൂമിയിലേക്ക് എത്താണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കും ഓപ്പറേറ്റർക്ക് യാതൊരു കംപ്ലയിൻറ്റും ഉണ്ടാവില്ല. സോ ദ കറണ്ട് ബൈപാസസ് ദ ബോഡി ഓഫ് ദ വിക്ടിം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊരു മെത്തേഡാണ്. നെക്സ്റ്റ് ഡബിൾ ഇൻസുലേഷൻ. അപ്പോൾ ഡബിൾ ഇൻസുലേഷൻ നെയിം കേൾക്കുമ്പോൾ നമുക്കറിയാം 2 ഇൻസുലേഷൻ കൊടുക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. In double insulation equipments, the case is made on non-conductive material, mostly suitable plastic. അപ്പോൾ ഇതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. മെയിൻലി ഇഫ് അസസബിൾ മെറ്റൽ പാർട്സ് ആർ യൂസ്, അപ്പോൾ മെയിൻലി ഇത് പ്ലാസ്റ്റിക് ആയിരിക്കും ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സും അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇഫ് ദർ ഇസ് എനി മെറ്റൽ പാർട്സ് ആർ യൂസ്, ദേ ആർ അറ്റാച്ച്ഡ് ടു ദ കണ്ടക്റ്റീവ് മെയിൻ ബോഡി ഓഫ് എക്യുപ്മെൻറ്റ് ത്രൂ എ സെപ്പറേറ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ഇൻസുലേഷൻ ഇൻ അഡീഷൻ ടു ദ ഫങ്ഷണൽ ഇൻസുലേഷൻ ദാറ്റ് സെപ്പറേറ്റ് ദ ബോഡി ഫ്രം ദ ഇലക്ട്രിക്കൽ പാർട്സ്. അപ്പോൾ അങ്ങനെ ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ, അതായത് ഒരു അഡീഷണൽ പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ഇൻസുലേഷൻ കൂടി ഉണ്ടാവും എക്സ്ട്രാ ആയിട്ട്. അതാണ് അതിൻ്റെ മെയിൻ പ്രത്യേകത. അപ്പോൾ മോസ്റ്റ്ലി ഇത് പ്ലാസ്റ്റിക് വെച്ചിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ വേറെ വല്ല മെറ്റൽ പോർഷൻസ് കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അഡീഷണൽ ആയിട്ട് പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ഇൻസുലേഷൻ കൂടി എക്സ്ട്രാ ആയിട്ട് ഇതിനൂടെ ആഡ് ചെയ്യും. അതിനാണ് ഡബിൾ ഇൻസുലേഷൻ എന്ന് പറയുന്നത്. ഡബിൾ ഇൻസുലേറ്റഡ് എക്യുപ്മെൻറ്റ് നീഡ് നോട്ട് ടു ബി ഗ്രൗണ്ട്, അത് ഗ്രൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ദെർഫോർ ഇറ്റ് ഈസ് യൂഷ്വലി എക്യുപ്ഡ് വിത്ത് എ പ്ലഗ് ദാറ്റ് ഡസ് നോട്ട് ഹാവ് ഗ്രൗണ്ട് പിൻ. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അതിൻ്റെ പ്ലഗിന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ എർത്ത് പിൻ ഉണ്ടാവണമെന്നില്ല. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ലാബിൾഡ് ആസ് ഡബിൾ ഇൻസുലേറ്റഡ്. അപ്പോൾ ഇങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതായത് ചിലപ്പോൾ മറ്റേ ബോഡിയുടെ പോർഷൻസ് ഉണ്ടാവുകയും അതുമേ എർത്തുമില്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് വിചാരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതുമേ ലാബിളിങ്ങും ചെയ്യാറുണ്ട്. ഡബിൾ ഇൻസുലേറ്റഡ് എക്യുപ്മെൻ്റ് ആണ് ഇതെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് പ്രൊട്ടക്റ്റീവ് ബൈ ലോ വോൾട്ടേജ്. ദിസ് മെത്തേഡ് യൂസസ് voltage source which is small enough so that the body resistance RB would be sufficient to limit the body current to a safer value. അപ്പോൾ വളരെ ചെറിയൊരു വോൾട്ടേജ് മാത്രമാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു ചെറിയ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അത്ര എഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള കറണ്ടാണ് അത് ബോഡിക്ക് വിസിറ്റൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ വോൾട്ടേജുകളാണ് നമ്മൾ ഈ ലോ വോൾട്ടേജ് എന്ന് പറയേണ്ടത്. ഓക്കെ, വൺ വേ ഓഫ് ക്രിയേറ്റിംഗ് ദിസ് സിറ്റുവേഷൻ ഈസ് ടു ഓപ്പറേറ്റ് ദ എക്യുപ്മെൻറ്റ് ഫ്രം ബാറ്ററീസ്. അപ്പോൾ ബാറ്ററീസ് ഉപയോഗിച്ച് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫീച്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. aside from its lower voltage there is additional advantage. അതായത് ബാറ്ററീസ് നമ്മൾ ഉപയോഗിക്കുന്ന വേറെ അഡ്വാൻറ്റേജും കൂടിയുണ്ട്. ബാറ്ററീസ് ഓപ്പറേറ്റ് എക്യുപ്മെൻറ്റ് ഡസ് നോട്ട് ഹാവ് ടു ബി ഗ്രൗണ്ടഡ്. ബാറ്ററി ഓപ്പറേറ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇൻഡക്ടേഴ്സ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ RCCBs അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? വല്ല ഫോൾട്ടോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സിസ്റ്റം ബ്രേക്ക് ആവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ആക്സിഡൻറ്റ് പ്രിവെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻ കേസ് ഓഫ് സച്ച് ഹസാർഡ്സ് part of the current is actually remains through the body of the victim and through the ground. അപ്പോൾ വല്ല ഫോൾട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഹസാർഡ്സോ കാര്യങ്ങളും സംഭവിക്കും കുറച്ച് കറണ്ട് നമ്മുടെ വിക്ടിം വഴിയോ അല്ലെങ്കിൽ നമ്മൾ ഗ്രൗണ്ടിലേക്കൊക്കെ പോകുന്നുണ്ടാവും. ഇൻ ദ ഗ്രൗണ്ട് ഫോൾട്ട് കറണ്ട് ഇൻറ്ററപ്റ്റർ the difference between the current in the phase and the neutral wires of the power line is monitored. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സർക്യൂട്ട് ഇൻഡക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിനെ എപ്പോഴാണ് ബ്രേക്ക് ചെയ്യേണ്ടത് അതിനാണ് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇൻഡക്ടർ എന്ന് പറയേണ്ടത്. നമ്മൾ RCCയുടെ പോലത്തെ തന്നെയാണ് ഒരു ഐറ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് വിൽ ചെക്ക് ഓൾവേസ്, അതായത് ഡിഫറൻസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം ഫേസിൻ്റെയും ന്യൂട്രലിൻ്റെയും. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന നമ്മളെ എവിടേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഫേസിൻ്റെയും ന്യൂട്രലിൻ്റെയും കാര്യങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ത് ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡിഫറൻസിൻ്റെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഓഫ് ആവുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിളാണ് ഇത് മെയിൻലി വർക്ക് ചെയ്യേണ്ടത്. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറണ്ട് ഇൻ ദ ഫേസ് ആൻഡ് ദ ന്യൂട്രൽ വയർ ഓഫ് ദ പവർ ലൈൻ ഈസ് മോണിറ്റർഡ്. ഏത് നേരം ഇത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും ബൈ എ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ ആൻഡ് ഇലക്ട്രോണിക് ആംപ്ലിഫയർ. അപ്പോൾ ഇത് ചെയ്യുന്നത് ഒരു ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമറും അതേപോലെ തന്നെ ഒരു ഇലക്ട്രോണിക് ആംപ്ലിഫയറും വെച്ചിട്ടായിരിക്കും നമ്മളത് ചെയ്യേണ്ടത്. ഇഫ് ദർ ഈസ് എ ഡിഫറൻസ് ആൻഡ് ഇറ്റ് എക്സീഡ്സ് എ സെർട്ടൈൻ വാല്യൂ,
ഇപ്പോൾ RCCB ഉപയോഗിച്ച് നമുക്കറിയാം ഒരു 30 മില്ലി ആംപിയർ എന്നാണ് ആ ഒരു വാല്യൂ, അല്ലെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും, കൂട്ടാൻ പറ്റും, ആ ഒരു വാല്യൂ വെച്ച് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ആ ഒരു വാല്യൂവിനെയും കാട്ടിയും നമുക്ക് കൂടുകയോ കുറയുകയോ അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത വാല്യൂവിൻ്റെ കൂടുതൽ ഡിഫറൻസ് വരികയാണെങ്കിൽ സംഭവിക്കും ഓട്ടോമാറ്റിക്കലി അത് ട്രിപ്പ് ആവുകയാണ് ചെയ്യേണ്ടത്. അതേ സെയിം ഫംഗ്ഷനാണ് ഇവിടെ നടക്കുന്നത്. ഇഫ് ദ ഡിഫറൻസ് ഈസ് എക്സീഡഡ് എ സെർട്ടൈൻ വാല്യൂ ദ പവർ ഈസ് ഇൻറ്ററപ്റ്റഡ് ബൈ സർക്യൂട്ട് ബ്രേക്കർ. ആ ബ്രേക്കർ ആക്റ്റീവ് ചെയ്ത് ഓഫാക്കാണ് ചെയ്യേണ്ടത്. ഓക്കെ, ദിസ് ഇൻറ്ററപ്ഷൻ ഒക്കേഴ്സ് സോ ദാറ്റ് റാപ്പിഡ്ലി ഈവൻ ഇൻ ദ കേസ് ഓഫ് എ ലാർജ് കറണ്ട് ഫ്ലോ ത്രൂ ദ ബോഡി ഓഫ് ദ വിക്ടിം നോ ഹാംഫുൾ എഫക്ട്സ് ആർ എൻകൗണ്ടർഡ്. ഇത് വളരെ ഫാസ്റ്റായിട്ട് സംഭവിക്കേണ്ടത്. നമ്മൾ അത് തൊട്ട് കഴിഞ്ഞ് നമുക്ക് കറണ്ട് അടിച്ചു, ആ ഒരു ചെറിയൊരു ഡിഫറൻസ്, വളരെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വളരെ ചെറിയൊരു ടൈം ഗ്യാപ്പ് മതി, അത് അപ്പോഴേക്കും അത് ആക്ട് ചെയ്യുന്നതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദ ഇൻറ്ററപ്ഷൻ ഒക്കേഴ്സ് വെരി റാപ്പിഡ്ലി. അപ്പോൾ നമുക്ക് അങ്ങനെ അധികം കറണ്ട് അടിക്കില്ല ഈ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഐസൊലേഷൻ ഫോർ പേഷ്യൻ്റ് കണക്റ്റഡ് പാർട്ട്. അപ്പോൾ പേഷ്യൻ്റെ ബോഡിയിലേക്ക് കണക്ട് ചെയ്യുന്ന വല്ല പാർട്ടും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതും മെയിൻ സർക്യൂട്ടും തമ്മിൽ ചെറിയൊരു ഐസൊലേഷൻ എന്തായാലും മസ്റ്റായിട്ട് ഉണ്ടായിരിക്കും. ഇൻ ദിസ് മെത്തേഡ് ദ പേഷ്യൻ്റ് കണക്റ്റഡ് സർക്യൂട്ട് ഈസ് ഐസൊലേറ്റഡ് ഫ്രം ദ പവർ സർക്യൂട്ട്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ഭാഗത്ത് കണക്ട് ചെയ്യുന്ന വല്ല എക്യുപ്മെൻറ്റ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ സംഭവങ്ങളുണ്ടെങ്കിൽ അതിനെ നമ്മൾ പവർ സർക്യൂട്ടിൽ നിന്ന് ഐസൊലേഷൻ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ഫോർ ഒപ്റ്റിക്കൽ സെൻസർ, ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി ഉപയോഗിച്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ സെൻസേഴ്സും അതേപോലെ തന്നെ ഐസൊലേഷൻ ട്രാൻസ്ഫോമേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു വർക്കിംഗ് ചെയ്യേണ്ടാവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇലക്ട്രിക്കൽ ഷോക്കിനെ കുറിച്ച്, അതിൻ്റെ എഫക്ട്സ്, അതൊക്കെ എങ്ങനെ ആക്ട് ചെയ്യുക, പിന്നെ എങ്ങനെയാണ് ഷോക്ക് അടിക്കാണ്ടിരിക്കുക, നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കുന്ന എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ടു ഗെറ്റ് മോർ വീഡിയോസ് ലൈക്ക് ദിസ്. അതേപോലെ തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ വിത്ത് അനദർ ടോപ്പിക്.